ഇന്ന് നമ്മളിവിടെ റമദാൻ സ്പെഷ്യലായി ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ്. അപ്പോൾ അതിനുള്ള ആവശ്യമുള്ള സവാള, തക്കാളി, പച്ചമുളക്, ഉരുളൻകിഴങ്ങ് അരിഞ്ഞതിന് ശേഷം ചട്ടി ചൂടാക്കി അതിലേക്ക് നല്ല എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ചത് കൊടുത്തതിന് ശേഷം സവാള ഇട്ട് കൊടുക്കണം. നമ്മൾ സവാള ഇതിലേക്ക് കുറേശ്ശെ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ കയ്യിൽ എൻ്റെ കുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണ നേരത്തേക്ക് തെറിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുക്കണം. വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഉരുളൻകിഴങ്ങും നമ്മൾ കുറച്ച് സവാള ഇവിടുന്ന് മാറ്റി വെച്ചിരുന്നു ഉരുളൻകിഴങ്ങിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സമൂസ കഴിക്കുന്നതിനനുസരിച്ച് ഈ സവാള അങ്ങനെ കടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണത്. അപ്പോൾ അത് അങ്ങനെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് ഞാനിവിടെ ഇത്ര ഇട്ട് കൊടുക്കണുള്ളൂ. പലർക്കും പല ടേസ്റ്റ് ആവും, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിനൊക്കെ ആവശ്യമുള്ള മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ശേഷം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ. ഇന്ന് ഇവിടെ നല്ല മഴ പെയ്തിന്ന്, നമ്മളെ നാട്ടിൽ നല്ല മഴ പെയ്തിന്ന്. അപ്പോൾ അതിനൊക്കെ പറ്റി ഞങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുന്നു. നല്ല കുറേ ചൂടിന് ശേഷം നല്ലോണം നല്ല മഴ പെയ്തിന്നിട്ട് ഇവിടെ. അങ്ങനെ നമ്മളിത് ഫില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇത് നല്ല എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടെണ്ണയിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഇത് ചൂടെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നത് നല്ല ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഫ്ലെയിം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.